ഹലോ, ഗുഡ് മോർണിംഗ്. ലൈഫ് സ്റ്റോറിയുടെ ബാലൻസിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഞാനും മക്കളും കൂടെ ചാച്ചനുമായിട്ട് ഒരുമിച്ച് ആൻറ്റിയാൽ വീട്ടിൽ താമസം തുടങ്ങിയതാണ് അല്ലേ. വീട് തേച്ചിട്ടൊന്നുമില്ല, എന്നാ പറയുന്നത്, നടുക്കത്തെ ഒരു മുറി മാത്രവും സിറ്റൗട്ടും തേച്ചിട്ടുണ്ട്, ബാക്കി തേച്ചിട്ടൊന്നുമില്ല. നനയാത്ത ഒരു വീട്ടിൽ കിടക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ എന്നാ പറയുന്നത്, പിറ്റേ വർഷം തുടങ്ങി നമ്മുടെ ആ വീട് മൊത്തം ചോരാൻ തുടങ്ങി. എന്നാന്ന് പറയുന്നത്, വലിയ മോഡൽ മാതിരി ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ വാർക്ക മാതിരിയൊക്കെ പണിതു. എന്നിട്ട് ഷീറ്റാണ്, പക്ഷെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ വീട് വാർക്കയാണ്. അങ്ങനെ ഈ ഷെയ്ഡൊക്കെ വാർത്തിട്ട് അതിനിടയിൽ കൂടെ എല്ലാം വെള്ളം മുഴുവൻ നനഞ്ഞ് ഒന്നും പറയണ്ട. ചാച്ചന് കിടക്കുന്ന മുറിയും ഞാൻ കിടക്കുന്ന മുറിയുടെ ഒരു സൈഡ് ഫുള്ള് നനയുമായിരുന്നു. അങ്ങനെ നനയരുതാത്തൊരു വീട് കിട്ടണേ ദൈവമേ എന്നൊക്കെയായിരുന്നു ഞാൻ അന്നേരമൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഒത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അങ്ങനെ ഒരു കുഞ്ഞു വീട് ഉണ്ടാക്കി എടുത്തു. പക്ഷേ ഇതേ കണക്ക് അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നു. എന്തായാലും പിള്ളേർ കിടന്ന് വെച്ച് നോക്കുന്നു. അപ്പം അങ്ങനെ താമസമൊക്കെ തുടങ്ങി. ഓരോ വീടുകളിൽ പണിക്ക് പോവുകയാണ് ടീച്ചർമാരുടെ പിള്ളേരെ നോക്കാനും. ശനിയാഴ്ചയും ഞായറാഴ്ചയും ടീച്ചർ വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ നമ്മൾ ചെല്ലണ്ട. ആ സമയത്ത് ഞാൻ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആനത്താനത്തോ തോട്ടിയാലിലോ ഒക്കെ തൊട്ടടുത്ത വീട്ടുകാരുടെ വീട്ടുകാരാണ് കേട്ടോ, അവിടെയൊക്കെ പറമ്പിൽ പണിക്ക് പോകും. അയ്യോ, ആനത്താനത്ത് എന്ത് വിറക് വന്നിട്ടുണ്ടോ, അവർ വേറെ ആൾക്ക് കൊടുക്കാൻ. സിന്ധുവിനും അവിടെ പോകണ്ടേ, കുഴപ്പമില്ല, വേറെ ആളെ വിളിക്കാന്ന് പറയും. വേണ്ട വേണ്ട, ഞാൻ ശനി ഞാനും കൂടെ തോന്നുന്നു തന്നോളാം ചേച്ചി, സിമിൽ ചേച്ചി കൊടുത്തേക്കല്ലേ എന്ന് പറയും. എന്നിട്ട് അവർ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കും. എന്നിട്ട് എൻ്റെ സൗകര്യത്തിന് അല്ലാതെ വന്ന് നോക്കുന്നോ പരിപാടി ഒന്നുമില്ല. ഞാൻ തന്നെ വെട്ടി മറിച്ചിട്ട മരമൊക്കെ ആയിരിക്കും. എന്നിട്ട് തടിയൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ ആ പടി തന്നെ കിടക്കുന്നതായിരിക്കും. അത് വെട്ടി കോതി വിറകാക്കി കെട്ടി ചുമ്മി തലയിൽ വെച്ച് അവരുടെ മുറ്റത്ത് കൊണ്ടിടണം. അങ്ങനെ വൈകുന്നേരം വരെ ചുമക്കും. എന്നിട്ട് 5 മണി വരെ ചുമന്ന് കഴിയുമ്പോൾ പിന്നെ പറയും, സിന്ധുവിന് എന്നാൽ 2-3 കെട്ട് കൊണ്ടുപോകും കേട്ടോ എന്ന് പറയും. അപ്പം ഞാൻ സന്ധ്യ വരെ നമ്മുടെ വീട്ടിലോട്ട് ചുമക്കും. എൻ്റെ പൊന്നെ, ചില്ലറയല്ല ഞാൻ കഷ്ടപ്പെട്ടേക്കുന്നത്. എൻ്റെ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ ഓർക്കുമ്പോൾ ഇപ്പം എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എങ്ങനെ ഞാൻ ഓരോ ദിവസവും കഴിഞ്ഞു പോയി, എങ്ങനെ കഴിച്ചു, ശരിക്കും കഴിച്ചു വിട്ടു. ഓരോ ദിവസം ഞാൻ എങ്ങനെയാണ് തള്ളി നീക്കിയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴാണെങ്കിലേ ശരിക്കും പറഞ്ഞാൽ ഈ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് പിന്നെ കൈക്ക് വേനയായി, കാലിന് വേനയായി, ദേഹം വേനയായി, ശരീരവേദനയായി, പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല. സത്യം പറഞ്ഞാൽ തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് അവിടെ ഇരിക്കും. ഒരു 10-20 മിനിറ്റ് ഞാൻ ഈ ഫാനിൻ്റെ കീഴിൽ ഇരിക്കും. എനിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും കൂടുള്ളൂ. ആ തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് പിടിച്ച പണിയൊന്നും ഇല്ല എങ്കിൽ പോലും. പക്ഷേ എനിക്ക് അന്നൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കഴിവെന്ന് ഞാൻ പറയത്തില്ല, ദൈവം എനിക്ക് ശക്തി തന്നു. തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരാപത്തും വരുത്താതെ, ഒരസുഖങ്ങളും വരുത്താതെ, ശരിക്കും പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മക്കൾക്ക് എനിക്ക് ഒരാഴ്ച പണിതാൽ കിട്ടുന്നത് 250 രൂപയൊക്കെയാണ് ഒരാഴ്ച പണിതാൽ. അപ്പോൾ ആ 250 രൂപ വെച്ച് വേണം. അന്നും എനിക്ക് മറ്റേ സംഘവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് പൈസ അടയ്ക്കണം. പിന്നെ പ്രാർത്ഥനയുണ്ട്, അതിനകത്ത് ചിലപ്പം അങ്ങനെ നേർച്ച പൈസയോ അതിനകത്ത് സംഘമുണ്ട്, അതിനകത്ത് അടയ്ക്കണം. ഒരാഴ്ചത്തേനുള്ള സാധനം മേടിക്കണം. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. പിന്നെ ചാച്ചന് അത്യാവശ്യം അത് ഇച്ചിരി സാധനങ്ങളൊക്കെ വേണം, അതൊക്കെ മേടിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാം ഇതിൽ നിന്ന് നടക്കണം. പിന്നെ ഒരു 50 രൂപയിലും ബാലൻസും വെക്കണം. അങ്ങനെയായിരുന്നു. ശരിക്കും എനിക്ക് അത്ഭുതം. ശരിക്കും ദൈവം എങ്ങനെ എന്നെ അന്നേരമൊക്കെ പരിപാലിച്ചു നടത്തിയെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുക. എന്നാലും ഞാൻ എൻ്റെ മക്കൾക്കുണ്ടല്ലോ ഒന്നിനും ഒരു കുറവ് വരുത്തത്തില്ലായിരുന്നു. ഒരു കാര്യത്തിന് ഞാൻ കുറവ് വരുത്തത്തില്ലായിരുന്നു. സത്യമായിട്ടും എനിക്ക് ചിലതൊക്കെ ഓർക്കുമ്പോൾ അത്ഭുതവും തോന്നും, സങ്കടവും വരും, എന്നാൽ അഭിമാനവും തോന്നും. സത്യം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 15 വയസ്സിൽ കാതുകുത്തി സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടൊക്കെ കമ്മൽ മേടിച്ചിട്ട് ഇട്ടതൊക്കെ. പക്ഷെ എൻ്റെ മക്കൾക്കുണ്ടല്ലോ, ഞാൻ കുഞ്ഞിലേ മുതൽ ഓരോ തരിയാണേലും സ്വർണം മേടിച്ചിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞു കൈയിലൊക്കെ കിടക്കുന്ന കാണാനും കമ്മലിടാനും. പിന്നെ കമ്മൽ അമ്മൂന് ചോറ് കൊടുക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പേ കാഞ്ചിയാറമ്മയും ചാച്ചനും കൂടെ കുഞ്ഞ് ജിമിക്കായും കമ്മലും അല്ല, ഒരു ഞാത്തും കമ്മലുമാണ് അമ്മയും ചാച്ചനും കൂടെ മേടിച്ചുകൊണ്ട് വന്ന് ഉപ്പുകാരെ കൊണ്ടുപോയി കാത് കുത്തിച്ചു. ചോറ് കൊടുക്കുന്നതിന് മുമ്പ്. എന്നിട്ട് അത് ആരണ്ടെല്ലാം പറഞ്ഞത്, ചോറ് കൊടുത്തു കഴിഞ്ഞ് കുത്തിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ അമ്മയും ചാച്ചനും കൂടെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ആശയായി, ഇവക്ക് കമ്മൽ പിടിക്കണം. പിന്നെ കുഞ്ഞ് ജിമിക്കായും കമ്മലും മേടിച്ചു. പിന്നെ ഒരു മുത്ത് ഇങ്ങനെ തൂക്കി കിടക്കില്ല, അങ്ങനത്തെ മേടിച്ചു. പിന്നെ ഇങ്ങനെ ഒരു റിങ് മാതിരിയുള്ള കുഞ്ഞു വളയൻ. അങ്ങനെ ഒരു 3-4-5 കമ്മൽ അമ്മ ഒരു 3-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ മേടിച്ചു. സത്യം. അതുപോലെ തന്നെ മോനാണേലും ചെയിനും മാലയും. അതുപോലെ തന്നെ എൻ്റെ കൊച്ച് 2-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തുടങ്ങി മോൻ വാച്ച് കെട്ടി. അവൻ കറക്റ്റ് സമയം നോക്കി പറയും. അതുകൊണ്ട് അവന് വാച്ച് മേടിച്ചു കൊടുത്തു. കറക്റ്റായിട്ട് എല്ലാം
അതുകൊണ്ട് തന്നെ ഷൂവ്, സോക്സ്, പിന്നെ എന്നാ പറഞ്ഞത് ഏറ്റവും നീറ്റായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ കാഞ്ചിറമ്മ ജാസിന് ഓണത്തിനൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കും. അതോടെ പാൻറ്റ് ഷർട്ടും അതുപോലെ തന്നെ എന്നാ പറയുന്നത് കൊച്ചിന് പട്ടുപാവാടയും ബ്ലൗസും ഉടുപ്പും അങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു പിള്ളേർക്ക്. പിറന്നാളിനോ അല്ലെങ്കിൽ ഈ ഓണത്തിനോ ഒക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു ജാസിനും അമ്മയും. പിന്നെ എൻ്റെ കൂടെ പുറപ്പെടും ഇങ്ങനെ തയ്ച്ചും പിറക്കിയും ഒക്കെ ആയിട്ട് അങ്ങനെ തരുമായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ ദിവസമൊക്കെ തള്ളി നീക്കി ഒരു ദിവസമേ നമ്മുടെ വീടിൻ്റെ താഴെ ഞാൻ പറഞ്ഞില്ലേ 3 പിള്ളേരുള്ള ഒരു വീടുണ്ടെന്ന് മുത്തെന്ന് അവനൊരു പാൻസും എങ്ങാണ്ട് അവർ ഉപ്പിറക്കി പോയപ്പോൾ തുണി എടുത്തപ്പോൾ പാൻസ് മേടിച്ചു. ഇവൻ അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടു. എന്നിട്ട് കയറി വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് മാനത്ത് വേണമെന്ന് പറഞ്ഞു. എന്നാടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. അമ്മ എനിക്ക് മാനത്ത് വേണം, അമ്മ എനിക്ക് മാനത്ത് വേണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് സങ്കടം വരും. അതായിരുന്നു ആളുടെ ഒരു കുഴപ്പം. എന്നേലും പറഞ്ഞിട്ട് അത് ഇതാക്കി കൊടുത്തിട്ടെങ്കിൽ ഭയങ്കര സങ്കടം. അന്നേരത്തേനും വലിയ കരയാൻ തുടങ്ങും. എന്നിട്ട് ചോദിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അതും ഇതുപോലെ തന്നെ മുത്തുച്ചേട്ടായിക്ക് മേടിച്ചു എന്നും പറഞ്ഞു. അപ്പം ഞാൻ അവരോട് നമ്മുടെ വീട്ടിൽ നിന്നോട് വിളിച്ച് ചോദിച്ചാൽ മതി, അത്ര അടുത്താ. വിളിച്ച് ചോദിച്ചു, മുത്ത നിനക്ക് എന്നാടാ മേടിച്ചതെന്ന്, നിനക്ക് നിന്റെ അപ്പനപ്പം എന്നാടാ മേടിച്ചതെന്ന്. എനിക്ക് പാൻസും ഷർട്ടും. അന്നേരോ മാനത്ത് എൻ്റെ മോനെ ആ പ്രാവശ്യം ഓണത്തിന് നല്ല പാൻസും ഷർട്ടും ഒക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ എന്നെക്കൊണ്ട് നടത്താമെന്ന് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞാൻ നടത്തത്തുള്ളായിരുന്നു. എല്ലാം മേടിച്ചിട്ട് കൊടുത്ത്, കമ്മലും മാലയും ഒക്കെ മേടിച്ചിട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മോനെ മലയ്ക്ക് വിടണമെന്ന്. അങ്ങനെ മലയ്ക്ക് ആ വീട്ടിൽ വെച്ച് നല്ല പന്തൽ കിട്ടുന്നു. എല്ലാവരെയും പരിസരക്കാരെയും എല്ലാം വിളിച്ച് നല്ല കൂട്ടി നല്ല സദ്യയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് മലയ്ക്കും വിട്ടു. അങ്ങനെ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, എൻ്റെ മക്കളെ ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ. അതൊക്കെ എന്നെക്കൊണ്ട് എൻ്റെ കഴിവനുസരിച്ച് 100% എനിക്ക് ചെയ്യാനായിട്ട് പറ്റി. അതെൻ്റെ കഴിവെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, എനിക്കൊരു ശക്തി തന്നതുകൊണ്ട്, എനിക്ക് പണിയാൻ ആരോഗ്യം തന്നതുകൊണ്ടൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനുണ്ടല്ലോ എൻ്റെ മക്കൾക്ക് ഒരു ദിവസം പോലും പാല് മേടിച്ച് ചായ ഇട്ട് കൊടുക്കാത്ത ദിവസമില്ലായിരുന്നു. ചിലപ്പോൾ ചായ ആയിട്ടാണ്, പാല് വലിയ ഇഷ്ടമില്ല, അപ്പോൾ ചായ ആയിട്ടായിരുന്നായിരിക്കും കൊടുക്കുന്നത്. അല്ലാതെ ഇതൊന്നും ആദ്യം ഒന്നും ഇട്ട് കൊടുക്കുക. പിന്നെ ബോൺവിറ്റ എന്നും പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു നേരത്തെ. അത് ബോണിമിക്സോ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഒന്ന് മറന്നുപോയി. അങ്ങനെ ഒരു പൊടി മേടിച്ച് 2 പേർക്കും 2-3 ബോട്ടിൽ വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ബൂസ്റ്റോ ഹോർലിക്സോ അതൊന്നും എനിക്ക് അന്നേരം ഒന്നും മേടിച്ച് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അതിന് ശേഷം നമ്മൾ എസ്റ്റേറ്റ് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മേടിച്ചൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പാല് ഞാൻ ഉറപ്പായിട്ടും എല്ലാ ദിവസവും കുടിപ്പിക്കുമായിരുന്നു. പാലെന്ന് വെച്ചാൽ ചായ ആയിട്ട്. അതുകൊണ്ട് തന്നെ മുട്ട ഞാൻ എല്ലാ ദിവസവും കഴിപ്പിക്കുമായിരുന്നു. ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ചോറ് ജീവൻ പോയാൽ തന്നെയല്ല. ഒന്നേ മീൻ വറുത്തത് വേണം, അല്ലെങ്കിൽ നെയ്ക്കകത്തിട്ട് കൊച്ചുള്ളിയൊക്കെ വറുത്ത് മൂപ്പിച്ചിട്ട് നെയ്ക്കകത്തിട്ട് അങ്ങനത്തെയാണ് കഴിക്കും. വെളുത്തുള്ളിക്കകത്തും കൊച്ചുള്ളിക്കകത്തും അങ്ങനെ നെയ്യ് ഞാൻ കഴിപ്പിക്കുമായിരുന്നു. പിന്നെ റസ്കോ പലഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരിക്കും. അല്ലാണ്ട് ഒത്തിരി എന്നാ പറയുന്നത് ഈ പറയുന്ന കണക്ക് കടകളിൽ നിന്ന് മേടിച്ച് ജങ്ക് ഫുഡോ പുറത്തെ അങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കില്ല. ആഴ്ച ഒരു ദിവസം ഇറച്ചി മേടിക്കും. അന്നൊന്നും ഇത്രയും വലിയ ഇപ്പോഴത്തെ മാതിരി കോഴിയില്ല. ഈ കോഴിയല്ല, പിന്നെ നാടൻ കോഴിയാണ്. വല്ലപ്പോഴും ഒക്കെ നാടൻ കോഴി മേടിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നമ്മ തന്നുവിടും ചിലപ്പോഴൊക്കെ. അങ്ങനെ കോഴി ഇറച്ചി കാണും. പിന്നെ പന്നിയിറച്ചി മേടിക്കും വല്ലപ്പോഴും. പോത്തിറച്ചി എന്നാണല്ലോ ആഴ്ച ഒരു ദിവസം മേടിക്കും. പിന്നെ മീൻ മേടിക്കും. ആഴ്ച ഒരു ദിവസം മീൻ മേടിച്ചിട്ട് കുറേ വറുത്തും വെക്കും, കുറേ കറി വെച്ചും വെക്കും. അങ്ങനെ പിന്നെ പച്ചക്കറി ഒന്നും തോടത്ത് പോലും ഇല്ലായിരുന്നു. 40 രൂപയുടെ പച്ചക്കറി, എൻ്റെ ഒരാഴ്ചത്തേനുള്ള പച്ചക്കറിയാണ് 40 രൂപയുടെ. എല്ലാത്തിനും ടൈം ടേബിൾ അനുസരിച്ചാണ് ഞാൻ പൈസ എഴുതിക്കൊണ്ട് പോകും, സാധനങ്ങളുടെ ലിസ്റ്റ്. എന്നിട്ട് ഉപ്പുകര വന്നിട്ട് സാധനം മേടിക്കും. ഞായറാഴ്ചയാണേ സാധനം മേടിക്കും. ഞാൻ സാധനം മേടിച്ചിട്ട് ബിഗ് ഷോപ്പറിനകത്താണ്. അന്ന് 1-2 ചുരിദാറേ ഉള്ളൂ എനിക്ക്. ബാക്കി സാരിയാണ്, 3-4-5 സാരിയേ ഉള്ളൂ. ഒത്തിരി ഡ്രസ്സൊന്നും ഇല്ല, അത്രേ ഉള്ളൂ ഡ്രസ്സൊക്കെ. ഒരു 4-5 നൈറ്റിയും ഉണ്ട്, അതിൽ കൂടുതലൊന്നുമില്ല. എന്നിട്ട് ഈ സാരിയല്ലേ ഉടുക്കുന്നത്, ഈ 2 ചുരിദാറേ ഉള്ളൂ. അപ്പോൾ സാരിയാണ് ഞാൻ മിക്കവാറും ഉപ്പറയ്ക്ക് മുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് തലയെ വെച്ച് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല, വെയിറ്റല്ലേ. അപ്പോൾ ഈ വയറും ഇവിടെ എല്ലാം കാണിയല്ലേ, മെലിഞ്ഞ് വള്ളി കണക്കായിരിക്കുന്നത്. എന്നാലും എനിക്ക് നാണക്കേടാ സിറ്റി കൂടെ തലയെ വെച്ചുകൊണ്ട് വരാനായിട്ട്. ഞാൻ ഒരു വിധത്തിൽ ഈ ബിഗ് ഷോപ്പർ വലിച്ച് ഒരു വിധത്തിൽ ആ പള്ളിയുടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ വരെ കൊണ്ടുവരും. എന്നിട്ട് തലയിൽ വെക്കും, എന്നിട്ട് നടക്കും. ഓട്ടോയ്ക്കും കൂടെ വരാൻ പൈസയില്ല. അന്നൊക്കെ ഓട്ടോയൊക്കെ ഉണ്ട്, 5-8 ഓട്ടോയൊക്കെ ഉള്ളതേ ഉള്ളൂ ഉപ്പ് പറയല്. ഇപ്പം എന്ത് ഓട്ടോയൊക്കെ അല്ലേ. എന്നിട്ട് അവിടുന്ന് നടക്കും വീട്ടിലേക്ക്. അതിനിടയ്ക്ക് പിള്ളേർക്കുള്ള ചെറുകടികളും മേടിക്കും. ഞായറാഴ്ച ദിവസം എല്ലാം അവർക്ക് ഇഷ്ടമുള്ള എന്നേരും 2 പേർക്കും മേടിച്ചുകൊണ്ട് കൊടുക്കും, ചാച്ചനും. അങ്ങനെ അപ്പോഴൊക്കെ ഉണ്ടല്ലോ
ഈ പൈസ തികയാതെ വരുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് 2 ഏത്തയ്ക്ക മുളക് തിന്നാനോ അല്ലെങ്കിൽ കടയിൽ കയറി ഒരു ഐസ്ക്രീം തിന്നാനോ ചായ കുടിക്കാനോ ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കത്തില്ല. അതൊക്കെ നമ്മളവിടെ അങ്ങോട്ടിട്ട് കുഴിച്ചു കൂടും. അതൊക്കെ നമുക്ക് പിന്നെ നടക്കൂതേ എന്നുള്ള ഒരു ഇതിൽ അതൊക്കെ മറക്കും. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ട നോക്കും. പക്ഷേ ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടത്തും. പിന്നെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. 2 മക്കളും കുഞ്ഞിൽ നന്നായിട്ട് ഒരു വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കുന്നു. എന്നിട്ട് എല്ലാ പരിപാടികൾക്കും ചെയ്യാൻ ഇഷ്ടമായിരുന്നു. ഓണത്തിനൊക്കെ അവിടെ പരിപാടിയൊക്കെ വെച്ചോണ്ടല്ലോ എല്ലാ പരിപാടിക്കും എൻ്റെ മക്കൾ 2 മുമ്പിലുണ്ട്. തോറ്റാലും ശരി ജയിച്ചാലും ശരി പാട്ട് പാടാനും എല്ലാ കാര്യത്തിനും കയറും. അങ്ങനെ അതുകൊണ്ട് തന്നെ സ്കൂളിലും ഉണ്ടായിരുന്നേ. സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വിട്ടു, 2 പേരും വിട്ടു. അപ്പോൾ നമ്മുടെ പാറുമോളും ഉണ്ട് മോനായുടെ. എന്നിട്ട് സെറ്റായിട്ട് അതൊക്കെ ഓർക്കും ഇപ്പോഴും നമുക്ക് ചിരി വരും. സെറ്റായിട്ട് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെയാണ്. എന്നിട്ട് ഇവൻ്റെ കൂടെ കുറേ 3-4 ആൺപിള്ളേരും, അതൊക്കെ എൻ്റെ ഫോട്ടോ ഉണ്ട് ഇപ്പോഴും. 3-4 ആൺപിള്ളേരും 3-4 പെൺപിള്ളേരും ഉണ്ട്. ഇപ്പം വീട്ടിൽ വന്നിട്ട് ആനിവേഴ്സറിയുടെ തലേദിവസം എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ ആ കൊച്ചിൻ്റെ കയ്യെ പിടിക്കുകയല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഏത് കൊച്ചിൻ്റെ? ഞാൻ ടീച്ചർ പറഞ്ഞ കൊച്ചിൻ്റെ കയ്യെ പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. അന്ന് 2-ആണോ 3-ആണോ നടത്തില്ല, ഞാൻ 3-നും അതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിടിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു ടീച്ചർ സെറ്റാക്കി നിർത്തിയേക്കുന്നതല്ലേ, അന്നേരം പിടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പിടിക്കത്തില്ല അമ്മേ, ഞാൻ പിടിക്കത്തില്ല. അതെന്നാ എന്ന് ചോദിച്ചപ്പോഴത്തേനും അധികം പറയുന്നില്ല വീഡിയോയ്ക്കകത്ത്. ഞാൻ പിടിക്കുകയല്ല, ഇന്ന ആ കാരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിക്കുകയല്ലെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചെയ്യില്ല, അന്നേരം തെറ്റിപ്പോവും മോൻ, അങ്ങനെ പറയല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വിധത്തിൽ സമ്മതിപ്പിച്ചു. എന്നിട്ട് ഡാൻസിന് ചെന്നു. ഞങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുക ഡാൻസ്, ഇവരുടെ പിള്ളേരുടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുക. അവൻ പിടിച്ചില്ല, അവൻ പോയി പാറുമോളുടെ കയ്യെ പിടിച്ചു. മറ്റേ കൊച്ച് 6 കയ്യെ പിടിക്കണമെന്ന് അറിയത്തില്ലാതെ ആ ചെറുക്കൻ കൊച്ച് പെങ്കൊച്ച് തെറ്റിപ്പോയി. അങ്ങനെ പാറുവിൻ്റെ കയ്യെ പിടിക്കേണ്ട ചെറുക്കൻ കൊച്ച് എന്നെ എണ്ണേന്ന് അറിയത്തില്ലാതെ അത് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എൻ്റെ പാറുവിനെ ഞാൻ പിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ പരിപാടികൾക്കെല്ലാം ചേരുമായിരുന്നു. പഠിത്തത്തിലാണേലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ അങ്ങനെ പോവുമായിരുന്നു. സ്കൂളിലൊക്കെ ചെല്ലാൻ, അതുകൊണ്ട് നമുക്ക് PTA ഒക്കെ വിളിച്ചാലും ഒക്കെ ചെല്ലാനൊക്കെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ എന്നാ പറയുന്നത്, ഒരാളുടെ മരിച്ചു കഴിഞ്ഞ് 7 വർഷങ്ങളാണ്, 1-2 വർഷമല്ല ഞാൻ തന്നെ തുഴഞ്ഞത്. 7 വർഷം. ആ 7 വർഷമാണ് ജീവിതത്തിൽ കഷ്ടപ്പാട് എന്താണ്, ദുരിതം എന്താണ്, ആരും നമുക്ക് ഒരു സഹായത്തിനില്ലാത്ത അവസ്ഥ എന്താണ്, എന്നാ പറയുന്നേ, ശരിക്കും ഒരു ഒറ്റപ്പെടൽ എന്താണ്, ശരിക്കും അനുഭവിച്ചു തരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമുക്ക് എത്ര കണ്ടുകൂടിയനാണേലും എത്ര ദ്രോഹം ചെയ്യുന്നവനാണേലും ആണൊരുത്തൻ നമുക്കൊരു ബലമായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊരു പവറാണ്, അതൊരു ബലം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ ഞാൻ കുറേ അധികം അനുഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിറക് വെട്ടിക്കീറാൻ എനിക്കറിയത്തില്ല. രാശനാണെ വയ്യാത്തതാണ്. അന്നേരമൊക്കെ ശരിക്കും ഓരോരോ കുഞ്ഞു കാര്യങ്ങൾക്ക് ആണിൻ്റെ ഒരു തുണയുടെ സമയങ്ങളിലൊക്കെ ഞാൻ പിന്നെ അതെല്ലാം എന്നെ പേടിയുടെ കാര്യത്തിലോ അല്ലെ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ അതൊക്കെ എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ടയോ സങ്കടപ്പെടേണ്ടയോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഒത്തിരി രീതിയിൽ ഞാൻ വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും. അപ്പോഴൊക്കെ ഉണ്ടല്ലോ അന്നും ഞാൻ മാതാവിനെ വിളിക്കും. വല്ലപ്പോഴും ഇപ്പോഴത്തെ അത്രയും മാതാവിൻ്റെ അടുത്തോട്ട് എപ്പോഴും തിരി കത്തിക്കാൻ പോകത്തില്ല, എങ്കിലും വല്ലപ്പോഴും മാതാവിൻ്റെ അടുത്ത് പോയി തിരി കത്തിക്കും, പ്രാർത്ഥിക്കും. അന്നൊന്നും ഉപ്പാറ അങ്ങനെ വലിയ അമ്പലങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. SNDP ഗുരുമന്ദിരമൊക്കെ ഉണ്ട്, അല്ലാണ്ട് കൃഷ്ണൻ്റെ അമ്പലമൊക്കെ അത് കഴിഞ്ഞ് വന്നതാണ്. എന്നിട്ട് പിന്നെ പിള്ളേരുടെ പിറന്നാൾ സമയത്ത് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോകും. എന്നിട്ട് തിരിച്ചു വരുമ്പോഴേ ഒരു ഫോട്ടോ എടുപ്പിക്കും 2 പേരുടെയും കൂടെ. എന്നിട്ട് എത്ര വയസ്സാണെന്ന് ഞാൻ ആ ഫോട്ടോയുടെ പുറകിൽ ഇങ്ങനെ എഴുതി വെക്കും. പിന്നെ അവർക്ക് ഇഷ്ടം 2 പേർക്കും പൊറോട്ടയാണ്, കടയിൽ കയറ്റി പൊറോട്ട മേടിച്ച് കൊടുക്കും പിറന്നാൾ ദിവസം. പിന്നെ ലാൽട്ടൻ മരിച്ച ദിവസം ഞാൻ ഇതേ കണക്ക് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോകും. പക്ഷെ ബലിയൊന്നും ഇടിയിപ്പിച്ചിട്ടില്ല കേട്ടോ, ഇല്ലാത്തത് ഞാൻ പറയത്തില്ല. അമ്പലത്തിൽ കൊണ്ടുപോകും, പ്രതി നമസ്കാരം ചെയ്യിപ്പിക്കും, എന്നിട്ട് തിരിച്ചു വീട്ടിൽ വരും. പിന്നെ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ ഒരു 2 മാസത്തിലൊരിക്കലെങ്കിലും എൻ്റെ കാഞ്ചിയാറ് വീട്ടിലോട്ട് പോകും. ചാച്ചൻ്റെ അമ്മയുടെ കൂടെ പോയി 2 ദിവസമെങ്കിലും നിൽക്കും. അവർ എൻ്റെ ആ സന്തോഷത്തിലൊക്കെ പങ്കുചേരും. അവർ എന്നാ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആക്കി അയച്ചു തരും. പോരാൻ നേരം 10, 100, 150 ഒക്കെ ചാച്ചൻ പിള്ളേരുടെ കൈ വെച്ച് കൊടുക്കും. അതൊക്കെ എനിക്കൊരു വലിയൊരു ആശ്രയം തന്നെയായിരുന്നു. പിന്നെ വല്ലപ്പോഴും ചാച്ചൻ 10 കിലോ അരി വെച്ച് 10 കിലോയുടെ ചാക്ക് അരി വെച്ച് എനിക്ക് മേടിച്ചുകൊണ്ട് കൊണ്ടുതരും. കാഞ്ചിയാറ് ചാച്ചൻ ചെയ്ത കാര്യം നമ്മൾ ചെയ്തില്ലെന്ന് പറയാൻ പാടില്ല അല്ലേ.
മറക്കാനും പാടില്ല. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണേലും നല്ല മനസ്സോടെ ഒരാൾ തന്നിട്ടുണ്ട്, അതൊരിക്കലും വിളിച്ചു പറയല. നിങ്ങൾക്ക് ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് ഞാൻ ഇതിങ്ങനെ ചെയ്തില്ലേ, അങ്ങനെയൊക്കെ പറയല. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അതൊരു ഇത് വേണം, നമുക്കന്ന് ആളിന്നത് ചെയ്ത് തന്നായിരുന്നല്ലോ എന്നല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ അയൽവക്കംകാരെല്ലാവരും നല്ല അയൽവക്കംകാരായിരുന്നു. എല്ലാവരും തേങ്ങയായിട്ടും ചക്കയായിട്ടും മാങ്ങയായിട്ടും അവരുടെ വീടുകളിലുള്ള പച്ചക്കറി, കടച്ചക്ക, പിന്നെ എന്നാ പറയുന്നത്, കറി വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളതെന്നൊക്കെ തരുമായിരുന്നു. എൻ്റെ കുഞ്ഞമ്മ ചേച്ചിയൊക്കെ പോയി കേട്ടോ ഈ ഭൂമിയിൽ നിന്ന്. പക്ഷേ ഇന്നും അവരുടെ വീട്ടിലെ കുഞ്ഞമ്മ ചേച്ചിയുടെ മക്കൾക്കൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും. ഈയിടെ ഞാൻ സ്കൂട്ടി ഓടിച്ചോണ്ടേ കഴിഞ്ഞ പ്രാവശ്യം സന്തോഷത്തോടെ പോയില്ലേ, ഓടിച്ചോണ്ട് പോകും. അപ്പം ലാലിച്ചൻ ചേട്ടൻ, അവിടുത്തെ തൊട്ടിയാലേ മൂത്ത ചേട്ടനാണ്, ലാലിച്ചൻ ചേട്ടൻ ഞാനാണോ എന്നൊരു സംശയമേ. അപ്പം ഞാൻ കൈവിടാൻ പറ്റിയല്ലോ സ്കൂട്ടി, അത് ഞാൻ തല ഇങ്ങനെ കാണിച്ചു, ഞാൻ തന്നെ ആണെന്നുള്ളത്. എന്നിട്ട് ലാലിച്ചൻ ചേട്ടൻ ഇച്ചിരി അവിടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ബൈക്കിൽ നിർത്തി. അപ്പം ഞാൻ സ്കൂട്ടി എടുത്തുകൊണ്ട് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ എന്നെ മനസ്സിലായില്ലേ, എടി കൊച്ചെ നീ ആണോന്ന് എനിക്ക് സംശയം തോന്നി. എന്നിട്ടാ ഞാൻ എനിക്കൊരു സംശയം തോന്നി. പിന്നെ നീ തലയാട്ടുന്ന കണ്ടപ്പോൾ എന്നാണേലും വേണ്ടിയല്ല അവളാണോ എന്ന് നോക്കിയിട്ട് പോകാതെ ഓർത്തതാണ്. എന്നിട്ട് ചോദിച്ചു, പിള്ളേർ എന്നെ എടുക്കുന്നു മോനെ, സുഖമാണോ, കുഴപ്പമില്ലല്ലോ അല്ലേ, സന്തോഷമാണല്ലോ, ഏതായാലും സുനിൻ്റെ പൊന്നും ഉണക്ക് നോക്കുന്നുണ്ടല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ലാലിച്ചൻ ചേട്ടൻ അങ്ങനെ തോമനൊക്കെ പിന്നെ എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര സ്നേഹം, എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഉണ്ടല്ലോ, ഒരു വീട്ടുകാർ മാത്രം എന്നെ വിഷമിപ്പിച്ചു. ശരിക്കും മനസ്സിൽ അത് തട്ടിയത് കൊണ്ടാണ് അത്രയും ഞാൻ ശരിക്കും മനസ്സ് നൊന്ത ഒരു കാര്യം. ഞങ്ങൾക്ക് കറണ്ടില്ല. അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കണ്ണിൽ കാന്താരി തേച്ചിട്ട് അവൻ്റെ കൃഷ്ണമണിയുടെ നമ്മുടെ കറുത്ത ഈ കൃഷ്ണമണിക്ക് ചുറ്റും കണ്ട് ലോലമായിട്ടുള്ള എന്തോ ഒരു ചെറിയ പാട മാതിരി എങ്ങാണ്ടുണ്ട്. അതിന് പൊള്ളലേക്കോ അതിനെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഉള്ളി മുളകും കൂടെ അരച്ച് വെച്ചത് തേച്ചപ്പം. എന്നിട്ട് ഇവന് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഈ വിളക്കിൻ്റെ വെട്ടമൊക്കെ സന്ധ്യയാകുമ്പോൾ കാണുമ്പോഴത്തേനും കണ്ണും ചുമക്കും. എന്നിട്ട് കണ്ണ് നിറഞ്ഞു ഒഴുകും. എന്നിട്ട് കൊച്ചിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഒരു 2-3 വയസ്സൊക്കെ ആയപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനിങ്ങനെ അസ്വസ്ഥതയാണ് കാണിക്കുന്നത്. വിളക്കൊക്കെ കത്തിക്കുമ്പോഴത്തേനും പകൽ വലിയ കുഴപ്പമില്ല, സന്ധ്യയ്ക്ക് നമ്മൾ മണ്ണെണ്ണ കത്തിച്ച് നോക്കുമ്പോഴത്തേനും ഭയങ്കര അസ്വസ്ഥതയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, മരുന്നൊക്കെ മേടിച്ചു. ഇവിടെയുള്ള ആശുപത്രിയിലൊന്നും കൊണ്ടുപോയിട്ടൊന്നും ശരിയാകുന്നില്ല. പിന്നെ കണ്ണിൻ്റെ തന്നെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എൻ്റെ ആ വായിന്ന് വരുന്ന ബ്ലഡ് വരുന്നതൊക്കെ നിന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ടല്ലേ, അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കുറച്ച് നാൾ, ഒരു 5-8 മാസം കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും കുറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെയായി. അപ്പോഴത്തേനും ഇവന് കറണ്ട് വെട്ടത്തിൽ ചെല്ലുമ്പം പ്രശ്നമില്ല, കറണ്ടുള്ളിടത്ത് ചെല്ലുമ്പോൾ ഇവന് അത്രയും വലിയ പ്രശ്നമില്ല. ഈ മണ്ണെണ്ണ വിളക്കിനൊക്കെ ഇത്രയും പ്രശ്നം. അന്നേരത്തേനും നമുക്ക് കറണ്ട് പോസ്റ്റ് തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഒന്ന് കറണ്ട് എടുക്കാനായിട്ടുള്ള പെർമിഷന് വേണ്ടിയിട്ട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു കറണ്ട് തരാൻ പറ്റത്തില്ല, അത് ഞങ്ങളുടെ കൂടിൻ്റെ മണ്ടയിൽ കൂടെ ലൈൻ വലിക്കും, അത് പ്രശ്നമാണ്, തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സ്വയജാതിയാണ്, സ്വന്തം എന്നാ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ക്രിസ്ത്യൻസിനെ ഇഷ്ടം എന്നാണെന്നറിയോ, അതുങ്ങൾക്കൊരു മനസാക്ഷിയുണ്ട്. സത്യം ഞാൻ പറയാം, ദൈവത്താണ് ഞാൻ പറയാം, എന്നാ തോന്നിയാലും വേണ്ടിയല്ല, അന്യ ആൾക്കാർക്ക് നമ്മളോടൊരു മനസാക്ഷിയുണ്ട്. ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു വിധവ, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, എൻ്റെ വയ്യാത്ത ചാച്ചൻ, ഒറ്റ പോസ്റ്റ് ഇട്ടാൽ മതി, അവരുടെ തരുവാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. എന്നിട്ട് തന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചിന് ഇങ്ങനെ കണ്ണിന് പ്രശ്നമായിട്ട് പിന്നെ ഞാനും ചാച്ചനോടെ മധുരയിലെങ്ങാണ്ട് ഒരു കണ്ണിൻ്റെ ആശുപത്രി ഉണ്ടല്ലോ, ആ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ ഇവിടെ സ്ഥലപ്പേര് വന്നുപോയി, കട്ടപ്പനപ്പുറത്ത് കമ്പംമെട്ടോ, അയ്യോ ആ സ്ഥലപ്പേര് എന്നെ വായിക്കാതിരിപ്പുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ ക്യാമ്പ് മാതിരി ആ മധുര ആശുപത്രിയിൽ നിന്ന് വന്നു. തേനിയോ മധുരയോ അവിടെ എങ്ങാണ്ട് ഒരു കണ്ണിൻ്റെ ആശുപത്രി ഉണ്ട്, വലിയൊരു ആശുപത്രി. ആ ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ വന്നു. അപ്പം ചാച്ചനാണ്, കാഞ്ചിയാർചാച്ചൻ പറഞ്ഞു, മോനെ ഇന്നോണക്ക് ഇന്ന സ്ഥലത്ത് വണ്ടമ്മേട് ഇന്ന ദിവസം ക്യാമ്പുണ്ട്, അപ്പം നീ ഒരു കാര്യം ചെയ്യ്, തലേദിവസം ഇങ്ങോട്ട് വാ പിള്ളേരെ കൊണ്ട്, എന്നിട്ട് നമുക്ക് വെളുപ്പിന് കൊണ്ടുപോകാം, ആദ്യം വെളുപ്പിന് പോകണം. ബസ്സെന്ന് എഴുതി കാണിച്ചാലേ ഛർദിയാണ്, എന്നാ ചെയ്യാനാ, പാവമുണ്ട് കേട്ടോ ചാച്ചൻ. എന്നിട്ട് മഴക്കാലമാണ്. എന്നിട്ട് ഞാനും ചാച്ചനും കൂടെ കൊണ്ടുപോയി അവിടെ ചെന്ന് 2-3 ഡോക്ടർമാരോട് ഉള്ള കാര്യം മൊത്തം തുറന്നു പറഞ്ഞു. ഞാനും ചാച്ചനോടെ ഇങ്ങനെ കണ്ണിനകത്ത് ഇങ്ങനെ തേച്ചു. അന്നേരം ഒന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ വിളക്ക് കാണുമ്പോഴത്തേനും ഇങ്ങനെ അസ്വസ്ഥയാണ്, മെഡിക്കൽ കോളേജിലെ മരുന്ന് കഴിച്ചതിൻ്റെ ഇതെല്ലാം കൊണ്ടുവന്നു. അതെല്ലാം നോക്കിയിട്ട് മുഖത്തെല്ലാം അവൻ്റെ തൂത്തു. എന്നിട്ട് എന്നെ കുറച്ച് നേരം ദയനീയമായിട്ട് നോക്കി. 3-4 ഡോക്ടർമാർ ചുറ്റിനും ഇരിപ്പുണ്ട് ഒരു മേശയുടെ. എന്നിട്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ്ടല്ല ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് 2 തുള്ളിമരുന്ന് എഴുതിയിട്ട് അവിടെ നിന്ന് തന്നെ
ഇനി പുറത്ത് ഞങ്ങൾ വന്നാൽ കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ അവർ കൊണ്ടുവന്ന സൈസ് 2 തുള്ളിമരുന്ന് തന്നു. ആ തുള്ളിമരുന്ന് ഒഴിച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിലെ ഇത് പോയത്. പിന്നെ അവർ ചാച്ചനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞല്ലേ, തങ്കച്ചി ചെറുതല്ലേ, അവളെ കെട്ടിച്ചു വിടണമെന്ന്, വീണ്ടും ഒരു കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന്. അങ്ങനെ എന്നാ ഡോക്ടർമാർ പറഞ്ഞത് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഈ മരുന്നൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഇവരോട് ചെന്ന് പറഞ്ഞു, എൻ്റെ കൊച്ചിനെ കണ്ടില്ലേ നിങ്ങൾ, അവരെല്ലാവരും കാണുമല്ലേ, അയൽക്കാരെല്ലാം കാണുന്നുണ്ടല്ലോ, എല്ലാവരും അവരും നമ്മുടെ വീട്ടിൽ വന്ന് സന്ധ്യയ്ക്ക് കാടി എടുക്കുന്ന, വിളക്ക് വെക്കുന്ന സമയത്തേ വരത്തുള്ളൂ. അന്നേരം പിന്നെ കാടി എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ ഇവരുടെ ഈ അസ്വസ്ഥതയൊക്കെ ഇവർ കാണുന്ന. എന്നിട്ട് തന്നില്ല. ലാസ്റ്റ് അവിടെ ആ പരിസരത്തുള്ള, ഞാൻ പറഞ്ഞില്ലേ, തൂട്ടുകാരിക്കാരൻ, ആനത്താരംകാരൻ, അങ്ങനെ എല്ലാവരും കൂടി എന്നോട് പറഞ്ഞു തന്നു, മോനെ നീ ഒരു കാര്യം ചെയ്യുക, കളക്ട്രേറ്റ് ഒരു പരാതി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നെ, കളക്ട്രേറ്റ് എവിടെയാണ്? പൈനാവ്, കുയിലിമല, ഭയങ്കര തണുപ്പും മഞ്ഞും ഒക്കെയാണ്. ഈ ഛർദി പിടിച്ച് എനിക്ക് ബസ്സേ കയറുന്ന പേടിയാണ്. എന്നിട്ട് ഞാനും വരിക്കാനിക്കില്ല മേരിക്കുട്ടി ചേച്ചിയും കൂടെ പോവാം കുലിമലയ്ക്ക് കളക്ടറെ കാണാനായിട്ട്. ഇത് ഇവർ പറഞ്ഞതിൻ്റെ ഒരു ഇതിൽ അവിടെ ചെന്നു. എന്നാണ്ട് ഇവിടുന്ന് എഴുതിയ ഒരു അപേക്ഷയൊക്കെ ഉണ്ട്. ഇവർ ഈ അയലോക്കംകാരെല്ലാം കൂടെ എഴുതി അവരെല്ലാം ഉപ്പും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് അയലോക്കംകാരൻ. അതാ ഞാൻ പറഞ്ഞത്, അത്രയും നല്ല ആൾക്കാരായിരുന്നു എൻ്റെ പരിസരംകാരെ, ഈ ഒരു വീട് ഒഴിച്ചാൽ. എന്നിട്ട് കളക്ടറേറ്റിൽ ചെന്നു. എന്നിട്ട് ഞാൻ നേരെ പോയി കളക്ടറെ എഴുതി വെച്ചേക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക, ഡോറിൻ്റെ അവിടെ. അപ്പോൾ കുറേ പേര് വേറെ നിൽപ്പുണ്ട്, കസാരയിലൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കുക. അപ്പോൾ ഒരു പോലീസ് വന്നു. പോലീസ് വന്നിട്ട് ചോദിച്ചെന്നാൽ അകത്ത് കയറണമെങ്കിൽ എന്തോ ഒരു സംഭവം എടുക്കണമല്ലോ, പെർമിഷനോ എന്തോ ഒരു സംഭവം എടുക്കണം. അതെടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അയ്യോ, അതാ താഴെ ചെന്നിട്ടേ ഇന്ന സ്ഥലത്തോട്ട് മാറിയിട്ടേ ഇന്നടത്ത് എന്ന് പറഞ്ഞാൽ മതി, ടോക്കൺ എടുക്കണം. എന്നിട്ട് പിന്നെ ഞാൻ പോയി എടുത്തോണ്ട് വന്നു. അന്നേരത്തിന് ഒരു 6-7 പേരുടെ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അകത്ത് വേറെ ചേച്ചിനെ കയറ്റിയല്ല, ഒരാളെ, നമുക്ക് ആരാണോ നമ്മുടെ നമ്മളാണോ ഇപ്പോൾ ആവശ്യക്കാർ, നമുക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ, ചേച്ചിയെ കയറ്റാൻ പറ്റത്തില്ല, മേരിക്കുട്ടി ചേച്ചി. എന്നിട്ട് പിന്നെ ഞാൻ കയറി ചെന്നപ്പോൾ ഒരു 5-6 കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. കയറി ചെന്ന് കഴിയുമ്പോൾ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. അപ്പം ഞാൻ ഇത് കൊടുത്തു. പേരെന്നാന്ന് ചോദിച്ചു. സിന്ധു ലാലാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പിന്നെ എൻ്റെ ചാച്ചൻ രോഗിയാണ്, ഞങ്ങൾ തന്നെയാണ് താമസിക്കുന്നത്, വലിയ കെട്ടിടപ്പോളൊന്നും വീടൊന്നും അല്ല, സാധാ ഒരു കുഞ്ഞു വീടാണ് സാറേ, എനിക്ക് വേറെ പോസ്റ്റ് ഇട്ടെടുക്കാനൊന്നുമുള്ള നിർവാഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എന്നാണ്ടൊക്കെ എഴുതിയിട്ട് എന്നോട് പറഞ്ഞു, ഏത് വർഷമാണ് ഭർത്താവ് മരിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന വർഷമെന്ന് പറഞ്ഞു. എന്നാൽ താനേ ഒരു കാര്യം ചെയ്യുക, ഇന്ന റൂമിൽ ചെന്നിട്ട് ഇത്ര നമ്പർ, ഫയലിൻ്റെ നമ്പറും എഴുതി തന്നു, ദൈവത്താണേ ഫയലിൻ്റെ നമ്പറും എഴുതി തന്നിട്ട് പറഞ്ഞു, ഇത്ര നമ്പർ റൂമിൽ ചെന്നിട്ട് ഇന്ന ഫയലിനകത്ത് തൻ്റെ പേരുണ്ടോ എന്ന് നോക്കാൻ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങി നമ്മൾക്ക് മേരിക്കുട്ടി ചേച്ചിയെ കൂട്ടിക്കൊണ്ട് ഞാൻ നോക്കിച്ചപ്പം എൻ്റെ പേരുണ്ട്. എന്നാന്നറിയാവോ, അമ്മ ഞാൻ രാവിലെ മരിച്ചു കഴിഞ്ഞപ്പം പിന്നെ അമ്മ എന്തോ പഞ്ചായത്തിലെങ്ങാണ്ട് കൊണ്ടുപോയി കൊടുത്ത എന്തോ അപേക്ഷയ്ക്ക് എനിക്ക് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പം അത് അവർ ആ പെങ്കൊച്ചി ഇത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഡാൽട്ടൻ മരിക്കുന്നതിൻ്റെ തലയാഴ്ച ഇവിടെ വേറെ സിന്ധു തന്നെ അവളുടെയും പേര്, സിന്ധു സജീവൻ എന്നങ്ങണ്ടായിരുന്നു ആ ചെറുക്കൻ്റെ പേര്, പോസ്റ്റ് വീണോ മരം വീണോ കണ്ട് അത് മരിച്ചുപോയി. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു, ദൈവമേ ആ സിന്ധുവിനുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, സിന്ധു എന്ന് പറഞ്ഞ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ മേടിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കളക്ടറെ അടുത്ത് വന്നു. അന്നേരം ഇരിക്കാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഈ പൈസ അനുവദിച്ചിപ്പം കിട്ടിയില്ല, അതാ ദൈവത്തിൻ്റെ ഒരിത്, ഈ പൈസ വെച്ച് ഈ പൈസ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമായിട്ട് ഉപകരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. ഈ നമ്മുടെ ഇവിടുത്തെ ആളൊന്നും അല്ല, വേറെ ഈ സ്ലാങ് ഒക്കെ വ്യത്യാസമുണ്ട്. എന്നിട്ട് ചോദിച്ചു, എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 24.5 വയസ്സ്, കല്യാണം കഴിക്കേണ്ട പ്രായമായതേ ഉള്ളൂ. അപ്പം വിധവയായി, 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി, ഉത്തരവാദിത്തം മൊത്തമായി. തന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, താനൊരു കല്യാണം കഴിക്കണം. എത്രയാന്ന് പറഞ്ഞാലും ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ മക്കൾക്ക് മക്കളുടെ ജീവിതമുണ്ട്, അവർക്ക് നമ്മളെ കരുതാനും പരിപാലിക്കാനും ഒക്കെ ഒരു പരിധിയുണ്ട്. എല്ലാ മക്കൾക്കും, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. നമുക്കെപ്പോഴും നമ്മുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വേദനകളോ ഒക്കെ പറയണം, നമുക്കൊരു തുണ വേണം. അതുകൊണ്ട് വീട്ടുകാരോടൊക്കെ പറഞ്ഞു, ഒരു കല്യാണം കഴിക്കണം കേട്ടോ, ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ആലോചിക്കണം കേട്ടോ എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ആണുങ്ങളെ പേടിയാന്ന് പറഞ്ഞു, ഇത്രയും ദ്രോഹിച്ചൊക്കെ അല്ലേ, അപ്പോൾ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്യുവാൻ സാറേ, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, ഇനി കല്യാണത്തിനെ കുറിച്ച് എനിക്ക് പറ്റത്തില്ല സാറേ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, ഒരു കുടുംബത്തിൽ തന്നെ നോക്കിയേ എത്ര മക്കളുണ്ടെങ്കിലും ഒരേ ഷേപ്പായിരിക്കുമോ, നമ്മുടെ 5 വിരലെടുത്ത് നോക്കിയേ, 5 വിരലും വേറെ വേറെ വ്യത്യാസമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരും ചില പുള്ളിക്ക് എന്തെങ്കിലും ഇങ്ങനെ എന്തിനേലും അഡിക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയതായിരിക്കാം, എന്നാലും അങ്ങനെ എല്ലാവരെയും നമ്മൾ വിലയിരുത്തരുത്, ഇയാളൊരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയാം, വീട്ടിൽ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊക്കോ, 8 ദിവസത്തിനകം എന്തെങ്കിലും തീരുമാനമായില്ലെങ്കിൽ ഈ നമ്പർ കുറിച്ച് തന്നു, ഈ നമ്പറിലൊന്ന് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരമൊക്കെ നമ്മുടെ ഈ STD ബൂത്തുണ്ട്, ഇങ്ങനെ പൈസ ഇട്ടിട്ട് കോയിൻ ഇട്ടിട്ട് വിളിക്കലേ, അപ്പം വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു, 4ൻ്റെ അന്ന് 4 പോസ്റ്റ് റോഡിൽ നിന്നിട്ട് എനിക്ക് കറണ്ട് കിട്ടി, 1 രൂപ മുടക്കാതെ. എന്നിട്ട് എൻ്റെ ആങ്ങളെ സന്തോഷം ഓടി വന്ന് അവർക്കെല്ലാവർക്കും ഈ പോസ്റ്റൊക്കെ കൊണ്ടുവന്നവർക്കൊക്കെ ചിലവൊക്കെ ചെയ്ത് പിന്നെ പൈസ അയക്കാനുണ്ട്, ഇച്ചിരി പൈസ അയക്കാൻ അവൻ കൊടുത്തു കേട്ടോ എല്ലാവർക്കും. അങ്ങനെ പോസ്റ്റിട്ട് കുട്ടായിയും സന്തോഷവും മോനായും എല്ലാം കൂടെ വന്ന് പോസ്റ്റ് വിട്ട് കറണ്ടും എടുത്ത് സന്തോഷാരൻ്റെ കൂട്ടിക്കൊടുത്ത് വയറിങ്ങും ചെയ്ത് കറണ്ടും എടുത്ത് തന്നു. ആ ഒരു വീട്ടുകാരെനിക്ക് തന്നില്ല. പക്ഷെ ഞാൻ എന്നെ ചെയ്തെന്നറിയോ, അവരോട് പ്രതികാരത്തിനൊന്നും പോയില്ല. സത്യമായിട്ടും ദൈവമേ നന്മ വരുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളൂ. പക്ഷേ എൻ്റെ ഉള്ളിനുള്ളിലൊന്ന് സങ്കടം തോന്നി, എനിക്ക് മനസ്സ് ഭയങ്കരമായിട്ട് വല്ലാണ്ട് നീറി. എന്നിട്ട് ദൈവം ഇങ്ങനെയും മനുഷ്യർ തുടങ്ങി എങ്ങനെ ജീവിക്കും, ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, കൊച്ചിന് കണ്ണിന് പ്രശ്നം, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വെട്ടം കണ്ടു എഴുതാനോ വായിക്കാനോ പഠിക്കാനോ ഒക്കെ അല്ലേ, കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ എൻ്റെ മനസ്സ് നീറി. സത്യം പറഞ്ഞാൽ ആ ഒരു വീട്ടുകാർ മൊത്തത്തോടെ നശിച്ചുപോയി. ദൈവത്താണ് പറയാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, എന്നെ ആര് ദ്രോഹിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം എൻ്റെ കണ്ണിനകത്ത് കാണാൻ പറ്റി. സത്യം ഞാൻ പറയുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കപ്പ, ആ ചേട്ടൻ വേറെ ഒന്നും ഓർത്തായിരിക്കല്ല ഇത്ര രൂപ കിട്ടുമെന്നോ അങ്ങനെയൊന്നും ഓർത്താൽ, പക്ഷെ ഒരു കഷ്ണം പോലും ആ ചേട്ടന് കഴിക്കാനായിട്ട് കിട്ടിയില്ല. വിധവയുടെ കണ്ണുനീര് അത്രയ്ക്കും ഇതാന്നാണ് പറയുന്നത്. സത്യം, അത് ശരി തന്നെയാന്ന് തോന്നുന്നു. പിന്നെ ആരും ഇല്ലാത്തവരെ ദ്രോഹിക്കുന്നത് സത്യം. എന്നിട്ട് ആ ചേട്ടനും ചേച്ചിക്കും അസുഖമായി. മൂത്ത മോളെ കെട്ടിച്ച് വിട്ടിട്ട് അത് വീട്ടിൽ വന്ന് നിൽക്കുക, അതിനും മെൻ്റലി അസുഖമായി. ഇളയ പെൺകൊച്ച് മാത്രമേ ഉള്ളൂ ഇപ്പം. മൂത്ത ഒരു മോനുണ്ടായിരുന്നു, അവൻ കെട്ടിയിട്ട് അവൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയി, 2 പെൺകുഞ്ഞുങ്ങൾ. എല്ലാ രീതിയിലും നശിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി, തരിപ്പണമായിപ്പോയി ആ കുടുംബം. പക്ഷേ അവർ നല്ല അത്യാവശ്യം സാമ്പത്തികവും പശുവും പാലും, ഞാൻ അവരുടെ വീട്ടിൽ നിന്നും പാല് സ്ഥിരമായിട്ട് മേടിക്കുമായിരുന്നു, പാലും തൈരും എല്ലാം. അവരുടെ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ഇറങ്ങിയൊക്കെ ചാണകം കോരി അവരുടെ വീട്ടിലും ഞാൻ പണിക്ക് പോകുമായിരുന്നു, ഞാനും ഗിരിജയും കൂടെ. ഇത് പൊന്നെ, അതും പറയാതിരിക്കാൻ മേല, പണിയില്ലാതെ സ്കൂൾ അവധി ആകുമ്പോൾ ടീച്ചർമാരുടെ അവിടെ പണിയില്ല, പിള്ളേരുടെ നോക്കാൻ ചെല്ലണ്ട. എന്നിട്ട് പണിയില്ല, ഭയങ്കര പാട്. അപ്പോൾ എന്നെ ഇതെന്നറിയോ, ആ ചേച്ചി ചാണകം കാടിവെള്ളം എടുക്കാൻ വന്നപ്പോൾ ചോദിച്ചു, സിന്ധു ആ ചാണകം എല്ലാം ഒന്ന് വാരിയിടാവോ, പണിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലേ ചേച്ചി, ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് കൂട്ടിനാരുമില്ല, ഇതൊന്ന് പിടിച്ച് ചാണകം ഇങ്ങനെ പൊളാന്നിരിക്കുമല്ലേ, അത് തന്നെ ഈ കലക്കി കൂട്ടുന്ന ഇങ്ങനെ മറ്റേ ചാണകം വടിച്ച് വരുന്ന മാതിരിയല്ല, ചാണകം ഇറക്കരുത് അമ്മേനെ ഇറക്കുന്ന, ചാണകം വടിച്ച് വരുന്ന മാതിരിയല്ല, ഈ ബയോഗ്യാസിനകത്തിട്ട് കറക്കി ഇതായി കഴിയുന്നതിന് ഇതിങ്ങനെ എന്നാ പറയുന്നത്, സാമ്പാർ വരുന്നത് ഇങ്ങനെ ചാറായിട്ട് കിടക്കും. അത് കോരിക്കൊണ്ട് പോയി കൊടിയിലൊക്കെ ചുവട്ടിലൊഴിക്കണം. അപ്പോൾ ഇത് പൊക്കി എടുത്ത് തലയിൽ വെക്കുമ്പോൾ നമ്മൾ വിഴുവിഴാന്നാവും. അപ്പോൾ ആരെങ്കിലും ഒരാളൂടെ വേണം. അപ്പോൾ ഞാൻ മോനയുടെ ഗിരിജോട് ചോദിച്ചിട്ട് നീയും കൂടെ വരാമോന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ പോയി കോരി, ഒരു 2-3 ദിവസത്തെ പണിയുണ്ടായിരുന്നു. കോരി ഓരോ കുടിയിലേയും ചൂട്ടിക്കൊണ്ടിട്ടു. എന്നിട്ട് ഈ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ഇറങ്ങണം. ഈ കഴുത്തൊപ്പം വരെ ചാണകത്തിൽ ഞാൻ ഇറങ്ങി നിൽക്കുക. ഇറങ്ങി എന്നിട്ട് ഞാൻ കോരി കൊടുക്കും. അവൾക്ക് പേടിയാണ് ഇറങ്ങാൻ. ഞാൻ പറഞ്ഞു നീ ഇറങ്ങണ്ട, ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഇറങ്ങി ഒരു 10 ദിവസം കുടിച്ചാലും നമ്മുടെ ദേഹത്ത് ചാണകത്തിൻ്റെ മണം പോകത്തില്ല. ചാണകം അറയ്ക്കരുതെന്നൊക്കെ പറയും, പക്ഷേ ആ ഒരവസ്ഥ. എന്നിട്ട് ഞാൻ ചോറൊക്കെ വാരി കൊടുക്കുകയോ പൗഡർ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും അമ്മയുടെ കൈ അപ്പിയുടെ മണമാണെന്ന് പറയുന്നത് പിള്ളേർ. അങ്ങനെ അത്രമാത്രം കഷ്ടപ്പെട്ട് ഞാൻ ഓരോ ദിവസവും പണി ചെയ്ത് എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് എനിക്കെന്തായിരുന്നോ എൻ്റെ കുഞ്ഞിലെ കിട്ടാത്തത് അതെല്ലാം നേടിക്കൊടുത്ത് ഞാൻ വളർത്തിക്കൊണ്ട് വന്നു. എന്ന് വെച്ചാൽ ഓവർ ആർഭാടത്തിനൊന്നും പോകത്തില്ലായിരുന്നു. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാൻ പോകുന്നതൊക്കെ. വല്ലപ്പോഴും 2-3 മാസം കൂടുമ്പോഴൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൊണ്ട് കാണിക്കും. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് നമ്മൾ സ്ഥലം മേടിച്ച ചേട്ടൻ്റെ വീട്ടിലും പപ്പാച്ചിയുടെ അവിടെയൊക്കെ TV ഉണ്ട്. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് ഈ TV-ക്കകത്തൊരു സിനിമയുണ്ട്, അങ്ങനെ അത് കൊണ്ടുപോയി കാണിക്കും 2 പേരെയും.
അങ്ങനെ ഒരു ദിവസം താഴത്തെ പിള്ളേരും ചേച്ചി അവരെല്ലാവരോടും സിനിമയ്ക്ക് പോവാം. ഉടനെ എന്നോട് ചോദിച്ചു വരുന്ന കൊച്ചെന്ന് ചോദിച്ചു. പൈസയില്ല, 3 രൂപ 50 പൈസ ഒരു ടിക്കറ്റ്, പൈസ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വരുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു. അന്നേരം ഇവൻ അങ്ങ് കാർച്ച തുടങ്ങി. കാറി മുഖമെല്ലാം ചുമന്ന് വീങ്ങി കുത്തി നിൽക്കുമ്പോൾ എൻ്റെ ഇക്കമാൻ്റെ എൻ്റെ അമ്മാവൻ്റെ ഭാര്യ വരുമോ, അമ്മായി വരുമോ, സരസമായി പണി കഴിഞ്ഞാൽ. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് കാറിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല ചുട്ടയടി കൊടുക്കാഞ്ഞിട്ട് അവനിപ്പോൾ സിനിമയ്ക്ക് പോകണമെന്ന്. എൻ്റെ ഈ പൈസ ഉണ്ടോ അമ്മായി, പിന്നെ എങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അമ്മായി 50 രൂപ തന്നിട്ട് പറഞ്ഞു പിള്ളേരെ കൊണ്ടുപോയി സിനിമ കാണിക്കടി. സിനിമയും കാണിച്ച് കൊച്ചിൻ്റെ തലമുടിയും കൂടെ വെട്ടിക്കളയാൻ പറഞ്ഞു. അവൻ്റെ തലമുടിയും കൂടെ വെട്ടിക്കാൻ പറഞ്ഞു. ഇച്ചിരി തലമുടിയൊക്കെ ഇവിടെ ഇച്ചിരി നീണ്ടിരിക്കുകയായിരുന്നു, അതുകൂടെ വെട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മായി ആ 50 രൂപ ഇന്നെനിക്ക് 50,000 വിലയുണ്ട്. സത്യം ഞാൻ പറയും. അങ്ങനെ ഓരോരുത്തരും എനിക്കൊരു കുഞ്ഞു ഉപകാരം ചെയ്തേക്കുന്ന പോലും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇന്നും ചെയ്യാത്തവരെയുണ്ട്. കൂടപ്പുറപ്പുകളാണേലും വീട്ടുകാരാണേലും നാട്ടുകാരാണേലും ഇപ്പം മറ്റേ അവർ ചെയ്യാതെ എനിക്ക് കറണ്ട് തരാതിരുന്നില്ലേ, അങ്ങനെ എനിക്കൊരു ഉപകാരം ചെയ്യാത്തവരുണ്ട്. വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ വേണ്ട എന്ന് വെച്ച് അങ്ങനെ ചെയ്യാത്തവർ എൻ്റെ ഹൃദയത്തിലുണ്ട്. ആരെനിക്ക് എന്ത് ഉപകാരം ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യം. പിന്നെ അമ്മുവാണ് ഇച്ചിരി അറിവൊക്കെ ഇച്ചിരിയൊക്കെ ആയപ്പോഴൊക്കെ ആണേലുണ്ടല്ലോ പാറുമോളുടെ ഉടുപ്പാണ് അമ്മ ഇട്ടേക്കുന്ന മൊത്തം. പാറുമോള് അമ്മ വീട് വൈക്കത്താ, ഗിരിജയുടെ വീട്. അവർ ചെല്ലുമ്പോൾ പാറുമോൾ നല്ല കൂടിയ ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കും, നല്ല അടിപൊളി ഉടുപ്പുകളായിരിക്കും. പാറു എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഒക്കെ പഴക ദിക്കുന്ന നിപ്പി വണ്ണം വെക്കും. കൂടിപ്പോയാൽ ഒരു 2-3 ഇടിയിലിട്ട് കഴിയുമ്പോൾ പാറുവിന് ഇടാൻ പറ്റിയല്ല. അന്നേരം ഗിരിജ അത് അമ്മൂന് കൊടുക്കും. അതുകൊണ്ട് അമ്മൂന് ഡ്രസ്സിന് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഇഷ്ടം പോലെ ഡ്രസ്സായിരുന്നു, ഇഷ്ടം പോലെ ഡ്രസ്സ്. സത്യം. അങ്ങനെ ഞങ്ങൾ വലിയ കുഴപ്പങ്ങളില്ലാണ്ട്. എന്നാൽ സങ്കടവും വിഷമവും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഈ പുറത്തുനിന്നുള്ള ഫുഡ് മേടിച്ച് കൊടുക്കുകയും പരിപാടി അങ്ങ് വല്ലപ്പോഴും ഈ പൊറോട്ട മേടിച്ച് കൊടുക്കും. അതല്ലാണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അസുഖം വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന പരിപാടിയോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ അമ്മൂന് ഒരു പ്രാവശ്യം പനി പിടിച്ച് ഒരു 2-3 ദിവസം ആശുപത്രി കിടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കണ്ണിനിങ്ങനെ വയ്യാണ്ട് ഇച്ചിരിയൊക്കെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് ചെറുപ്പത്തിലെ. കുറേ പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം എന്തിനും ഇഞ്ചക്ഷൻ എടുക്കാനെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഈ വാക്സിൻ എടുക്കുമല്ലോ, 3.5 വയസ്സിലോ 2.5 വയസ്സിലൊക്കെ വാക്സിൻ ഉണ്ടായിരുന്നല്ലോ, അതിനാണെന്ന് എൻ്റെ ഓരോ ഓർമ്മ. അപ്പൂനെയും കൂടി ഞാൻ പോവാം ആശുപത്രി, ഉപ്പാറ ഗവൺമെൻറ് ആശുപത്രി. അപ്പം വഴി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവനെ പച്ചക്കറിക്കടയിൽ അവിടെ ഇങ്ങനെ മുട്ട വെച്ചേക്കുക. അന്നേരം മുട്ട കണ്ടപ്പോൾ എന്നോട് നടന്നാ പോകുന്നത്. ഞാൻ അവനെ നടക്കും എൻ്റെ കൈ പിടിച്ച്. അമ്മ എനിക്ക് മുട്ട വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോനെ നമുക്ക് ആ മരുന്ന് മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. എനിക്കിപ്പം വേണമെന്ന് പറഞ്ഞു. എന്നെ മോനെ അമ്മ നമുക്ക് മരുന്ന് മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പുഴുങ്ങിയോ പൊരിച്ചോ അമ്മ തരാമെന്ന് പറഞ്ഞു. ഇവൻ ആ തറയിലോട്ട് കിടന്ന് ഒറ്റ കാർച്ച. ഒട്ടും മടിച്ചില്ല, സിറ്റിയാ, ഒട്ടും മടിച്ചില്ല. അവിടുന്ന് ഒരു കമ്പോസ്റ്റ് വെള്ളം എടുത്തിട്ട് കൊടുത്ത് മൂട്ടിൻ്റെ അവിടെ 4 അത് കഴിഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയിട്ട് എന്നും ഞാൻ മുട്ട കൊടുക്കുന്ന, പക്ഷേ മുട്ട ഇഷ്ടമാണ്, മുട്ടയുടെ വെള്ളം ഇഷ്ടമാണ്, മഞ്ഞ ഇഷ്ടമില്ല. പിന്നെ എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ മേടിച്ചില്ല. വീട്ടിൽ മുട്ട ഇരിപ്പുണ്ട്, തിരിച്ചു വന്നപ്പോൾ മേടിച്ചില്ല. എന്നിട്ട് എൻ്റെ മനസ്സിലുണ്ടെന്നാ ഇവൻ ചോയ്സല്ലേ മരുന്ന് മേടിച്ചിട്ട് തിരിച്ചു വന്നാൽ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊറോട്ടയോ ഒരു വെള്ളയപ്പോ എന്നെ മേടിച്ചൊരു മുട്ടകൾ മേടിച്ച് കൊടുത്തേക്കാന്നുണ്ട്. അത് ആ തറ കിടന്ന് അന്നേരം വാശി പിടിച്ച് കിടന്ന് കാറിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊണ്ടു താസിട്ടിട്ട് 2 എന്നിട്ട് തിരിച്ച് മരുന്ന് മേടിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മേലിൽ റോഡിലോ വഴിയിലോ എവിടെയെങ്കിലും പോകുമ്പോൾ മേലിൽ അവിടെ ചെന്ന ചാച്ചനോടും അമ്മൂനോടും പറഞ്ഞു കലല ഇത് പച്ചവടിയല്ലേ കമ്മ്യൂണിസ്റ്റ് വെള്ളമല്ലേ അമ്മ വഴിയിട്ട് അടിച്ചു എല്ലാവരും കണ്ടു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു മേലിൽ മടി ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു മേലിൽ റോഡിൽ വഴിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കിടന്ന് കാറരുത്. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അമ്മ മേടിച്ച് തരാം ആശുപത്രി കയറ്റി വരുമ്പോഴെന്ന്. പിന്നെ ഒരു ഉത്സവത്തിനോ പള്ളിപ്പെരുന്നാളിനോ അമ്പലത്തിലോ എവിടെ വരും ഒരു സാധനം വേണം എന്നോട് പറഞ്ഞിട്ടില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഒരു സാധനം ഞാൻ മേടിച്ചു കൊടുക്കുന്ന സാധനം മതി. പിന്നെ ഇച്ചിരി ഒന്ന് അറിവായി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മ എനിക്കത് മേടിച്ച് തരാമോ ഇത് മേടിച്ച് തരാമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയത്. എനിക്ക് അമ്മ ഒരു ക്യാരം ബോർഡ് മേടിച്ച് തരാമോ. ലാസ്റ്റ് എൻ്റെ ഈ പൈസ കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ ഞാൻ പറഞ്ഞു എന്നും വഴക്കാം എന്ന് പറഞ്ഞ സഞ്ചാരം മേടിച്ചു കൊടുത്തു. അതിനൊക്കെ നല്ല പൈസയാകുന്നതല്ലേ. പിന്നെ കുഞ്ഞു സാധനങ്ങളൊക്കെ എന്നെ ചോദിച്ചാലൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ കൊടുക്കും. അല്ലാണ്ട് ഒരു ആർഭാടത്തിനും വളർത്തിയായിരുന്നു. എല്ലാം മിതമായിട്ട്. എന്നാൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തും കൊടുക്കും. നല്ല അന്തസ്സായിട്ട്. എൻ്റെ ഏതോ ഒരു അമ്മാവൻ്റെ കൊച്ചിൻ്റെ കല്യാണമാണേ.
അപ്പോൾ കോട്ടയത്ത് നിന്ന് ശാന്തകുഞ്ചി അച്ചു ഉണ്ണിയും ഒക്കെ കൂടെ വന്ന് ബസ്സിൽ ഇറങ്ങിയേ. അപ്പം അവരുടെ രണ്ടിൻ്റെ കാലയിൽ ഒരു സൈസ് കറുത്ത മുട്ടിൻ്റെ ഒരു സൈസ് ഒരു ചെരുപ്പുണ്ടായിരുന്നല്ലോ, അതായിട്ടുകൊണ്ട് വന്നേ. ഞാൻ എൻ്റെ മക്കളെ രണ്ടിനെ ഷൂ സോക്സൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് നല്ല സുന്ദരമായിട്ട് കൊണ്ടുപോയതൊക്കെ. എന്നിട്ട് ചേച്ചി വണ്ടിയെ നീ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചേച്ചീനെ സിറ്റി ഇട്ട് വഴക്കിട്ടു. നാളെ ഇല്ലേ ചേച്ചിക്ക് കല്യാണത്തിന് വന്നപ്പോൾ ഈ പിള്ളേർക്ക് നല്ല രണ്ട് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് വരത്തില്ലായിരുന്നു, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞോണ്ട്. അത് കഴിഞ്ഞ് ഈ ചേച്ചിയിലൂടെ കുറേ നാൾ ഈ അടുത്ത കാലത്ത് ചോദിച്ചാൽ കുറേ നല്ല ഷൂ നല്ല സോക്സും മീൻ വറുത്തതും. എടി നീ എൻ്റെ വഴിയിട്ട് വഴക്കുണ്ടാക്കിയതല്ലേ ഇത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ മക്കൾ നല്ല സൂപ്പറായിട്ട് നടക്കണം, ഏറ്റവും നല്ല രീതിയിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതൊക്കെ എന്നെ കൊണ്ട് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ പോകെ പോകെ ഒരു ലാൽട്ടാൻ മരിച്ചു കഴിഞ്ഞു ഒരു 4 വർഷമൊക്കെ കഴിഞ്ഞു. 4 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പങ്കയാഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ കല്യാണാലോചന തുടങ്ങി എനിക്ക് വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ പിന്നീട് പറയാം. ആ കല്യാണം ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ടപ്പം എൻ്റെ കാഞ്ചിയാറമ്മയും ചാച്ചനും കൊണ്ടുവന്നു ഒരു ചെറുക്കനെ കാഞ്ചിയാറ്റിന്ന്. കാഞ്ചിയാറ്റിനുള്ളതല്ല, അവരുടെ ഇതിൽ ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. അപ്പോൾ അതെല്ലാം നാളെ പറഞ്ഞാൽ പോരെ.